പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്താൻ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് ദില്ലിക്ക് തിരിക്കും. രാജ്കുമാർ വിവരങ്ങളുമായി. രാജ്കുമാർ, എപ്പോഴാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്ത്? ഇതിലെ സംസ്ഥാന നേതാക്കളുമായി നിലവിൽ തന്നെ വെള്ളാപ്പള്ളി ചർച്ച നടത്തി കഴിഞ്ഞു. അടുത്ത മാസം 30-ാം തീയതി എന്നൊരു തീയതിയാണ് പറയുന്നത്. ആ 30-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൊല്ലത്ത് എത്തിച്ച് ശങ്കറിന്റെ പ്രതിമ കൊല്ലം എസ് എൻ കോളേജിന്റെ കവാടത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ആർ ശങ്കറിന്റെ പ്രതിമ സാധനം ചെയ്യിപ്പിക്കാനുള്ള ഒരു ആവശ്യവുമായിട്ടാണ് അദ്ദേഹത്തെ പ്രധാനമന്ത്രി ക്ഷണിക്കാനാണ് വെള്ളാപ്പള്ളിയിലേക്ക് പോവുക. ഇത് സംസ്ഥാന BJP നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. മുമ്പ് തന്നെ ഇവരാവശ്യം പ്രധാനമന്ത്രിയെ കൊല്ലത്തെത്തിക്കുമെന്നുള്ളത് നിരവധി തവണ വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നതാണ്. കഴിഞ്ഞ ദിവസം അമൃതാനന്ദമയുടെ മഠത്തിൽ വെച്ചും അമിത്ഷാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ള ഒരു പ്രചരണം നടന്നപ്പോൾ അതിന് അദ്ദേഹം ശബ്ദമുയർത്തുകയും എന്നാൽ താൻ പ്രധാനമന്ത്രിയെ കാണാൻ പോകുന്നുണ്ട്, അത് ആർ ശങ്കറിന്റെ പ്രതിമാനാസ്ഥാനത്തിന് അദ്ദേഹത്തെ ക്ഷണിക്കാനാണെന്നും പറഞ്ഞു. ഇതൊരു പക്ഷേ ഇതൊരു രാഷ്ട്രീയ കൂടിക്കാഴ്ച രാഷ്ട്രീയപരമായ മറ്റു പല കാര്യങ്ങൾ കൂടി ചർച്ചയ്ക്ക് വന്നേക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. രാജ്കുമാർ, അത്തരത്തിൽ സംസ്ഥാന തലത്തിൽ BJPയുടെ നേതാക്കളുമായിട്ടുള്ള കൂടിക്കാഴ്ച അനൗദ്യോഗികമായിട്ടെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏതു തരത്തിലുള്ള രാഷ്ട്രീയ നീക്കം അതിനെന്തെങ്കിലും സാധ്യതയുണ്ടോ? ആർ ശങ്കറുടെ പ്രതിമ അനാച്ഛാദനമെന്ന് പറയുമ്പോൾ അതിനപ്പുറത്തേക്ക് മറ്റ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം വെള്ളാപ്പള്ളിയുമായി, ഇതിൻ്റെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം ഏതെങ്കിലും തരത്തിൽ സൂചനകളായി കാണുന്നുണ്ടോ? രണ്ട് നിലയിലാണ് വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ കരുനീക്കം നടത്തുന്നത്. ഒരു ഭാഗത്ത് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഇടതുപക്ഷത്തെയും ഒപ്പം തന്നെ കോൺഗ്രസിനെയും ഒക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു ശൈലി അവലംബിക്കുമ്പോൾ മകനെ ഇടതുപക്ഷവുമായി സഹകരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് എതിരായ നിലപാടില്ല എന്ന് പറയിപ്പിച്ചുകൊണ്ട് മറ്റൊരു തരത്തിലുള്ള ഒരു രാഷ്ട്രീയ കരുനീക്കം കൂടി വെള്ളാപ്പള്ളി നടത്തുന്നുണ്ട്. ഇത് രണ്ടും അദ്ദേഹത്തിന്റെ തന്നെ ഒരു ബുദ്ധിയായിരിക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്വന്തം നിലയിൽ സ്ഥാനാർത്ഥികളെ നിർത്താതെ ഈഴവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ ആര് പിന്തുണയ്ക്കുന്നു, എത്ര പേർ അതില് ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്ക് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികളാണ് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്നത് നോക്കി അത് മനസ്സിലാക്കിയ ശേഷം അവർക്ക് പിന്തുണ കൊടുക്കാനാണ് വെള്ളാപ്പള്ളി നടേശൻ നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിനനുസൃതമായി തന്നെ ഇടതു പാർട്ടികളായാലും ശരി തന്നെ ഐക്യജനാധിപത്യ മുന്നണിയായാലും ശരി എല്ലാവരും തന്നെ ഒരു സമ്മർദ്ദത്തിൽപ്പെട്ടിട്ടുണ്ട്. ഇതിൽ വെള്ളാപ്പള്ളി നടേശന്റെ നീക്കങ്ങൾ ഓരോന്നും സക്സസ്ഫുള്ളായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നിരീക്ഷിച്ചു വരികയാണ്. BJP ഇതിൽ നിലവിൽ ഇപ്പോൾ നവോത്ഥാന സദസ്സ് തുടങ്ങിയ കാര്യങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അധസ്ഥിത വർഗത്തോടൊപ്പമാണ് തങ്ങളെന്ന് പറഞ്ഞ ഒരു രാഷ്ട്രീയ തന്ത്രം ഇവിടെ പയറ്റുന്നുണ്ട്. അതേസമയം തന്നെ സംവരണം മുഴുവനും അട്ടിമറിക്കണമെന്ന RSSന്റെ വാദത്തോട് വെള്ളാപ്പള്ളി ഇതുവരെ പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം. അതുതന്നെയാണ് ഇടതുപക്ഷ നേതാക്കളും ചൂണ്ടിക്കാട്ടുന്നത്. സംവരണങ്ങൾ മുഴുവനും അട്ടിമറിക്കുന്ന RSS നിലപാടിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. ഇതൊക്കെ ഒരുപക്ഷെ മോഡിയുമായി കൂടിക്കാഴ്ചയിൽ വെള്ളാപ്പള്ളി തന്നെ ഈ സംവരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള സാധ്യത, അതുപോലെ തന്നെ ഈ ഹിന്ദു ഭൂരിപക്ഷ സമുദായ സംഘടനകളുമായി ചേർന്ന് ഒരു ഹിന്ദു സംഘടന രൂപീകരിക്കാനുള്ള വെള്ളാപ്പള്ളിയുടെ നീക്കം തുടക്കത്തിലെ പാളിയിരുന്നു. അത് NSS തന്നെ ഇക്കാര്യത്തിൽ ഒരു വിമുഖത, ഒരിക്കലും സംവരണത്തിന്റെ കാര്യം വരുമ്പോൾ ഇവർക്കൊന്നും ഈ സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ രാജ്കുമാർ, അത്തരം രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ SNDP അത് വെള്ളാപ്പള്ളി നേതൃത്വം നൽകുമ്പോൾ ഉണ്ടാകുന്ന തന്ത്രപരമായ സമീപനം കാണേണ്ടതുണ്ടോ? അമൃതാനന്ദമയി മഠം, അമൃതാനന്ദമയിയുടെ പിറന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട അമിത്ഷായുമായുള്ള കൂടിക്കാഴ്ച, അതോടൊപ്പം തന്നെ വളരെ രഹസ്യമായി BJPയുടെ സംസ്ഥാനതല നേതാക്കളുടെ സാന്നിധ്യം, ഇതിനപ്പുറത്തേക്ക് വളരെ പെട്ടെന്ന് നരേന്ദ്രമോദിയിലേക്ക് എത്തുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളിയെ മുൻനിർത്തിക്കൊണ്ടുള്ള രാഷ്ട്രീയ നീക്കം, അതിന് വെള്ളാപ്പള്ളി നേതൃത്വം നൽകുന്ന തരത്തിലേക്ക് ശക്തമായ നീക്കങ്ങളുമായി വെള്ളാപ്പള്ളി മുന്നേറുന്നു. ആ തന്ത്രം അത് തിരിച്ചറിയാൻ SNDPയുടെ മറ്റ് അണികൾക്കും പ്രവർത്തകർക്കും സാധിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ വെള്ളാപ്പള്ളിയുടെ ഈ തന്ത്രം എവിടേക്കായിരിക്കും ചെന്നെത്തുക? പ്രദീപ്, ഇതിൽ SNDP നിലവിലുള്ള കേരളത്തിലുള്ള വിവിധ ആയിരക്കണക്കിന് വരുന്ന ശാഖകളിൽ വിവിധ ശാഖകളെല്ലാം അതിലെ പ്രവർത്തകരും ഭാരവാഹികളും ഒക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ SNDPയുടെ മാത്രമായ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചാൽ അത് ആത്മഹത്യയിലേക്ക് ഉള്ള വഴിയായിരിക്കുമെന്ന് തിരിച്ചറിയുന്ന വ്യക്തി കൂടിയാണ് വെള്ളാപ്പള്ളി. അതുകൊണ്ടാണ് നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള ഒരു
ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അത്തരത്തിലൊരു ഹിന്ദു സംഘടനകളെ മുഴുവനും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ വെള്ളാപ്പള്ളി ആദ്യം ശ്രമിച്ചത്. എന്നാൽ അതിൽ ചില സംഘടനകൾ മാത്രം തയ്യാറായുള്ളൂ. മറ്റുള്ളവരും തയ്യാറാകാത്ത സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയുടെ ആ നീക്കം പോലും ഒരു പൊളിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും NSSൽ നിന്ന് പുറകോട്ട് പോയതോടുകൂടി വെള്ളാപ്പള്ളി നടേശൻ മൊത്തത്തിൽ ഒരു അങ്കലാപ്പിലായിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതില് ഒരു സംവരണത്തിന്റെ പ്രശ്നങ്ങളിലാണ് പലരും മടിക്കുന്നത്. ഒരുപക്ഷെ BJPക്ക് പിന്തുണ കൊടുത്ത് കൂടുതൽ ശക്തിയായി കഴിഞ്ഞാൽ തങ്ങളുടെ സംവരണം മുഴുവനും മാറ്റണമെന്നുള്ള അല്ലെങ്കിൽ നിലവിലുള്ള സംവരണ വ്യവസ്ഥ മാറ്റണം, അത് ഉപേക്ഷിക്കണമെന്ന RSSന്റെ നിലപാടിനെതിരെ വെള്ളാപ്പള്ളി മിണ്ടാതിരിക്കുന്നതും ഇതിൽ മറ്റുള്ള ഒരുപാട് ഹിന്ദു സമുദായ സംഘടനകൾക്ക് ഇതിലേക്ക് കടന്നു വരുന്നതിന് ബുദ്ധിമുട്ടാവുന്നു.